ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ മാതാശ്രീ എന്നെ വിളിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഫുഡാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് അരിപ്പൊടി ചേർക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടുകുറ്റിയിലല്ല, കെറ്റിലിനകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോസ്റ്റലേഴ്സിന് പറ്റിയ ഇതാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരു പാത്രം വെക്കാം, അതിലേക്ക് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങ ചേർക്കണില്ല, കാരണം എനിക്ക് തേങ്ങ ഇട്ടാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തേങ്ങ ചേർക്കണില്ല കേട്ടോ. അരിപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ചൂടുവെള്ളത്തിൽ നനച്ചെടുത്താൽ അത്രയും സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ പച്ചവെള്ളത്തിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിൽ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ പൊടി നന്നായിട്ട് നമുക്ക് നനച്ചെടുക്കാം. കട്ട കെട്ടാതെ ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്കിത് നമ്മുടെ കെറ്റിലിനകത്തുള്ള പാത്രത്തിലേക്ക് മാറ്റണം. ഈ കെറ്റിലിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പാത്രം. ഇതിനകത്ത് ഏത്തപ്പഴം വെജിറ്റബിൾസൊക്കെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഞാൻ സൺഡേ കഴിക്കാനായിട്ട് ഒരു ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയാണ് പെട്ടെന്ന് പുട്ടുണ്ടാക്കിയാലോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലേക്ക് പോയത്. അപ്പോൾ ഈ പഴം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ ആണെന്ന് തന്നെ വെക്കാം, പക്ഷേ അല്ല. പഴം ഇങ്ങനെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് പുട്ടിൻ്റെ പൊടി ഇടാം കേട്ടോ അതിൻ്റെ പുറത്തേക്ക്. ഇതാകുമ്പോൾ രണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും. രണ്ടും രണ്ടായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ, പുഴുങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിതേ പുട്ടുപൊടി ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഏത്തപ്പഴവും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതേ ഈ കെറ്റിലിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടപ്പ് കൊണ്ട് മൂടിയതിന് ശേഷം ആവിയിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ദേ നമ്മുടെ പുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. പഴവും പുട്ടും ഒരുപോലെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പഴവും വെന്തിട്ടുണ്ട്, പുട്ടും വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കോഫി ആവാം. ഞാനങ്ങനെ കോഫി ചായ ലവറല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കുടിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോഫി മാത്രമേ കുടിക്കാറുള്ളൂ, അത് എപ്പോഴും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ദേ പുട്ടും കോഫിയും. ഇനി ഇത് നമുക്ക് കഴിക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹോസ്റ്റലേഴ്സിന് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ബായ്.